എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ രഞ്ജിത്ത് രാജ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റെസ്യൂം ഉണ്ടാക്കുമ്പോൾ അഥവാ CV ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു 6 പ്രധാനപ്പെട്ട കാര്യങ്ങളെ പറ്റിയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ സ്റ്റുഡൻസ് പലരും ഈ റെസ്യൂം ബിൽഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാതെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ ചെയ്യുന്ന പല CVകൾ അല്ലെങ്കിൽ റെസ്യൂംസ് എടുത്ത് അതിനൊന്ന് എഡിറ്റ് ചെയ്ത് ജോലിക്ക് അപ്ലൈ ചെയ്യുന്നൊരവസ്ഥയുണ്ട്. അതൊന്നും മാറേണ്ട സമയം ശരിക്കും അധികരിച്ചിരിക്കുകയാണ്. കാരണം നമ്മളെല്ലാം നമ്മുടെ ഡ്രീം ജോബുകൾ, ഡ്രീം റോളുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് ക്യാമ്പസ് പ്ലേസ്മെൻറ്റുകൾ അല്ലെങ്കിൽ പല കമ്പനിയിലൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇന്ന് CV അഥവാ റെസ്യൂം ശരിക്കും ഇവാലുവേറ്റ് ചെയ്യുന്നൊരു സിസ്റ്റം തന്നെയുണ്ട്. നല്ല കമ്പനികളിലേക്കൊക്കെ ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടേതായ, നമുക്ക് ആവശ്യമുള്ള, നമ്മൾക്ക് ശരിക്കും പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഒരു CV സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ റെസ്യൂം സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 6 കാര്യങ്ങളാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന രീതിക്കൊക്കെ അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും എഡിറ്റ് ചെയ്യാം, ഉപയോഗിക്കാം, മാറ്റിമറിച്ചൊക്കെ ചെയ്യാം. പക്ഷേ ഈ 6 കാര്യങ്ങളുണ്ടെന്നൊന്ന് ഉറപ്പ് വരുത്തിയാൽ നന്നായിരിക്കും. ഒന്നാമത്തെ കാര്യം CV സ്പൈക്സ് ആണ്. സ്പൈക്സ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ ഇതാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു കാൻഡിഡേറ്റിനെ മറ്റുള്ള ആളുകളിൽ നിന്നും വ്യത്യസ്തനാക്കുന്ന, ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന കാര്യം എന്താണ്? നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ അല്ലെങ്കിൽ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ സാധ്യതയുള്ള ആൾക്കാരിൽ നിന്നൊക്കെ വ്യത്യസ്തരാക്കുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അതിനെ ഹൈലൈറ്റ് ചെയ്തൊന്ന് കാണിക്കുക. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ജോലിക്ക് അപ്ലൈ ചെയ്തതിൽ ഒരു 5% ആൾക്കാർക്ക് ഈ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഈ ഒരു ഫാക്ടർ എടുത്ത് കാണിക്കാനുണ്ടാവുള്ളൂ. അങ്ങനെയുള്ള എന്തെങ്കിലും പോയിൻ്റ് ഉണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടൊരു സ്പൈക്കായിട്ട് തന്നെ കാണിക്കുക. അത് ശരിക്കും പറഞ്ഞാൽ ഒരു റിക്രൂട്ടറെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നമ്മളിൽ ഒരു വിസിബിലിറ്റി തോന്നാൻ, ഒക്കെ ഒരു ഡിഫറൻസിയേഷൻ തോന്നാൻ, ഇയാൾ കൊള്ളാം എന്ന് ഇനീഷ്യലി തോന്നിപ്പിക്കാൻ സഹായിക്കുന്ന കാര്യമായിരിക്കും. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ എല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഭയങ്കരമായ കാര്യം തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മളെ വ്യത്യസ്തനാക്കുന്ന എന്തെങ്കിലും കാര്യമായാൽ മതി. നമ്മളെ വ്യത്യസ്തനാക്കുക എന്ന് പറയുമ്പോൾ അത് കൺസിഡർ ചെയ്യേണ്ടത് ആ കമ്പനി ഏത് ജോലിക്കാണോ നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത് ആ ജോലിക്ക് അനുസൃതമായ ചില കാര്യങ്ങൾ, അങ്ങനെ നോക്കിയാൽ മതി. അല്ലാതെ ഒരു ഭീകരമായ അച്ചീവ്മെൻറ്റ് 1ാം റാങ്ക് നേടി എന്നുള്ളതോ അല്ലെങ്കിൽ അങ്ങനെ തന്നെ വേണം നിർബന്ധമില്ല. ആ പർട്ടിക്കുലർ ജോലിക്ക് എന്നെ പ്രാപ്തനാക്കുന്ന, ഞാനതിന് വില്ലിങ് ആണ് അല്ലെങ്കിൽ ഞാനതിന് പറ്റിയ ആളാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഏതെങ്കിലും കാര്യങ്ങളെയാണ് CV സ്പൈക്സ് എന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും അതിൽ കൊണ്ടുവരിക. ചിലപ്പോൾ അത് റെലവൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും, ഒരു സ്കില്ലായിരിക്കും, ഒരു സർട്ടിഫിക്കേഷൻ ആയിരിക്കും. അതൊക്കെ നമുക്ക് സ്പൈക്കായിട്ട് കാണിക്കാം. രണ്ടാമത്തെ കാര്യം, സ്റ്റോറി ലൈൻ യുവർ പോയിൻറ്റ്സ്. സ്റ്റോറി ലൈൻ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പലപ്പോഴും ഒരു പ്രൊജക്റ്റൊക്കെ ചെയ്തിട്ടുണ്ട്, ഇൻറ്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതിലെ പോയിൻറ്റുകൾ ഒരു സീക്വൻസ് ആയിട്ട് തന്നെ കാണിക്കുക. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രൈമറി റിസർച്ച് നടത്തിയിട്ടുണ്ട്, പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്, എന്നിട്ട് അതിലത് ബെഞ്ച് മാർക്ക് ആൻഡ് ഇവാലുവേറ്റ് ഓപ്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്, സൊല്യൂഷൻസ് സജസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അതൊരു ഓർഡറിൽ, ഒരു സീക്വൻസിൽ കാണിക്കുകയാണെങ്കിൽ നമ്മുടെ പോയിൻറ്റ്സിനെ പെട്ടെന്ന് ഒരാളിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ കാര്യം, സ്റ്റാർ ഓർ കാർ അപ്രോച്ച് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് ഈ കാർ? സ്റ്റാർ മീൻസ് സിറ്റുവേഷൻ, ടാസ്ക്, ആക്ഷൻ, റിസൾട്ട് എന്ന് പറയുന്ന ഒരു മെത്തേഡ്. അല്ലെങ്കിൽ കാർ എന്ന് പറഞ്ഞാൽ കോണ്ടെക്സ്റ്റ്, ആക്ഷൻ, റിസൾട്ട് എന്ന് പറയുന്ന മെത്തേഡ്. ആ ഒരു അപ്രോച്ച് നമ്മുടെ റെസ്യൂമിൽ യൂസ് ചെയ്യുക. ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഹൈ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളെ ആദ്യം CVയിൽ കൊണ്ടുവരിക. കാരണം ഫുള്ളിരുന്നെല്ലാം ഒരാൾ വായിക്കണം എന്നില്ല. ആദ്യം കാണുമ്പോൾ തന്നെ പിന്നീടുള്ള കാര്യങ്ങൾ നോക്കാൻ ബോധ്യപ്പെടുന്ന രൂപത്തിൽ ഏറ്റവും ഹൈ പ്രയോറിറ്റി ഉള്ള കാര്യങ്ങൾ ബേസ് ചെയ്ത് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. നമ്മൾ ഏത് സിറ്റുവേഷനിലാണോ ജോലിക്ക് അപ്ലൈ ചെയ്തിരിക്കുന്നത് ആ സിറ്റുവേഷനെ അനുസരിച്ച്, ആ പർട്ടിക്കുലർ ടാസ്കിനനുസരിച്ച്, അവിടെ ചെയ്യേണ്ടി വരുന്ന ആക്ഷൻസിനെ ബേസ് ചെയ്ത്, അവിടെ കൊടുക്കാൻ സാധ്യതയുള്ള റിസൾട്ടിനെ ബേസ് ചെയ്ത്, ഇങ്ങനെയാണ് നമ്മളൊരു CVയിലേക്ക് നമ്മുടെ പോയിന്റുകൾ കൊണ്ടുവരേണ്ടത്. നമ്മുടെ വർക്കിനെ ഫോക്കസ് ചെയ്ത്, നമുക്ക് കൊടുക്കാൻ പറ്റുന്ന റിസൾട്ടിനെ ഫോക്കസ് ചെയ്ത്, നമ്മളുടെ അച്ചീവ്മെൻറ്റ്സിനെ ക്വാണ്ടിഫൈ ചെയ്ത്, നമുക്കുണ്ടാക്കാൻ സാധിക്കുന്ന ഇമ്പാക്റ്റ്, നമ്മൾ പോയിട്ടുള്ള പ്രോസസ്സുകൾ ഏതൊക്കെയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് എന്തുണ്ട്, ഇതിനെല്ലാം കണക്ട് ചെയ്ത് ചെയ്യുന്നതാണ് കാർ അപ്രോച്ച് എന്ന് വിളിക്കുന്നത്. നാലാമത്തെ കാര്യം, യൂസ് ദ റൈറ്റ് കീവേഡ്സ്. അതായത് നമ്മൾ വളരെ ഹോണസ്റ്റ് ആവുക, നമ്മൾ അപ് ടു ദ പോയിൻ്റ് ആവുക, ആവശ്യമില്ലാത്ത ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സോ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ കീ പോയിൻറ്റുകളെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ നമ്മൾ ജോലി ചെയ്ത സ്ഥലത്തോ അല്ലെങ്കിൽ പഠിച്ച സ്ഥലത്തോ ഏറ്റവും ടോപ്പ് 10ൽ വന്ന ആളായിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ടുള്ള കാര്യം ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കൺസൾട്ടൻറ്റ്, ഞങ്ങളെ പോലുള്ള മാനേജ്മെൻറ്റ് കൺസൾട്ടൻസിലൊക്കെ ബിഗ് 3, ബിഗ് 4 ഫേംസ് എന്നൊക്കെ പറയുന്ന വലിയ കൺസൾട്ടിങ് ഫേമുകളുണ്ട്. അവിടെ ജോലി ചെയ്ത ആളെന്ന് പറയുമ്പോൾ അതിൻ്റേതായ ഒരു പ്രിവിലേജ് കിട്ടും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ ശരിക്കും നല്ല വാക്കുകൾ ഇതിൽ ഉപയോഗിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റാണ്. നല്ല വാക്കുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ഇതിന് മുമ്പ് ജോലി ചെയ്ത സ്ഥാപനത്തിൽ ഇന്ന
പ്രോസസ്സ് ഞാനാണ് ഇനീഷ്യേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഇന്നൊരു ക്ലബ്ബ് അവിടെ ഉണ്ടായിരുന്നു, അതിൻ്റെ ഫൗണ്ടർ ഞാനായിരുന്നു. അപ്പോൾ ചില ഇനീഷ്യേറ്റീവ്, ചില ആക്ടിവിറ്റീസൊക്കെ ചെയ്ത ആളെന്ന് പറയുമ്പോൾ അതിനൊരു സ്പെഷ്യൽ പഞ്ച് കിട്ടുന്നതായിരിക്കും. അതാണ് ആ റൈറ്റ് കീവേഡ്സ് ഉപയോഗിച്ചാലുള്ള ഗുണം. അഞ്ചാമത്തെ കാര്യം, ടൈലർ യുവർ റെസ്യൂം അക്കോർഡിംഗ് ടു ദി ജോബ് ഡിസ്ക്രിപ്ഷൻ. ഒരു സ്ഥാപനം അവിടേക്ക് ആളെ എടുക്കുമ്പോൾ ആ സ്ഥാപനം ആഗ്രഹിക്കുന്ന അവരുടെ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും, അവിടെ ചെയ്യേണ്ടതായി വരുന്ന ജോലി, ആ കാര്യങ്ങളെപ്പറ്റി ഒന്ന് മനസ്സിലാക്കിയും അതിനനുസൃതമായി നമ്മുടെ റെസ്യൂം ബിൽഡ് ചെയ്യുകയും ചെയ്താൽ വളരെ നന്നായിരിക്കും. ഞാൻ കൺസൾട്ടിങ്ങിൽ തന്നെ വലിയൊരു എക്സ്പീരിയൻസ് പറയാം. ലോകത്തെ തന്നെ മികച്ച കൺസൾട്ടിങ് ഫേമാണ് മെക്കൻസി. മെക്കൻസി എപ്പോഴും ATCL എന്ന് പറയുന്ന കാര്യം ചോദിക്കാറുണ്ട്. ATCL മീൻസ് അനലിറ്റിക്കൽ, ടീം വർക്ക്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് ലീഡർഷിപ്പ്. അപ്പോൾ മെക്കൻസിയിലൊക്കെ ജോലിക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ അയാളുടെ CV-യിൽ ഇടയ്ക്കിടയ്ക്ക് ഈ ATCL-ലുള്ള അയാളുടെ കഴിവുകളെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അനലിറ്റിക്കൽ സ്കില്ലുകൾ, ടീം വർക്ക് സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ലീഡർഷിപ്പ് സ്കില്ല്, അതിനതിൻ്റേതായ പ്രാധാന്യം കൊടുക്കാറുണ്ട്. ആറാമത്തെ കാര്യം പറയാനുള്ളത്, ഹൈലൈറ്റ് 1 key experience that add value during the interview. അതൊരു വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. നമുക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക സർട്ടിഫിക്കേഷനോ പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും സ്കിൽ സെറ്റോ പ്രത്യേക എക്സ്പീരിയൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക. അപ്പോൾ ആളുകൾ അതിനെപ്പറ്റി ചോദിക്കും. ചിലപ്പോൾ നമ്മളൊരു സ്പെഷ്യൽ അവാർഡ് വിന്നറാണ്, അല്ലെങ്കിൽ സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും ഒരു എക്സ്പോഷറുള്ള ആളാണെങ്കിൽ അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്താൽ പിന്നെ നമ്മുടെ ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് നമ്മളോട് ഏറ്റവും കൂടുതൽ അതിനെ കണക്ട് ചെയ്തായിരിക്കും ചോദിക്കാൻ സാധ്യതയുണ്ടാവും. കാരണം മറ്റുള്ളവരെ CV-യിൽ കോമൺ ആയി കാണാത്തതായിട്ടുള്ളൊരു പോയിൻ്റ് ആകുമ്പോൾ അതെന്താണ്, അതിനെപ്പറ്റി നന്നായി പ്രിപ്പയർഡ് ആയിരിക്കും. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പോയിൻ്റായിട്ട് ഇൻ്റർവ്യൂവർ എടുത്തു വയ്ക്കാൻ സാധ്യതയുണ്ട്. അതിലൂടെ നമ്മളെ സ്പെഷ്യലായിട്ടുള്ളൊരു വ്യക്തിയായിട്ട് കൺസിഡർ ചെയ്യാനുള്ള കാര്യമുണ്ട്. ഇനി 6 കാര്യങ്ങൾക്ക് പുറമെ ഒരു 3 ബോണസ് ടിപ്പുകളും കൂടെ പറയാൻ പോവാണ്. അതൊന്ന് ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം ഇത്രേ ഉള്ളൂ, നമ്മുടെ റെസ്യൂമിൽ കുറേ ഫേക്കായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവന്ന് എഴുതി ചേർക്കാതിരിക്കുക. നമുക്ക് അവകാശപ്പെടാൻ സാധിക്കാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ അത് റിക്രൂട്ടേഴ്സായിട്ടുള്ള ആൾക്കാർ അത് കണ്ടെത്തും, അത് ഉറപ്പാണ്. അതുകൊണ്ട് അങ്ങനെ നമ്മുടെ ഒരു വിശ്വാസ്യത ഇല്ലാതാക്കാതിരിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം, ജസ്റ്റിഫൈ യുവർ എഡ്യൂക്കേഷൻ ഓർ എംപ്ലോയ്മെൻറ്റ് ഗ്യാപ്പ് വിത്ത് വാലിഡ് ഡാറ്റ പോയിൻറ്റ്സ്. എന്താ ഉദ്ദേശിക്കുന്നത്? കാരണം പലപ്പോഴും പല ആളുകളും ബ്രേക്ക് എടുത്തിട്ടുണ്ടാവും. അതിന് പല റീസൺസ് ഉണ്ടാവും. ചിലപ്പോൾ ചില ആളുകൾ ഇടയ്ക്കിടയ്ക്ക് ജോലി മാറിയിട്ട് അത് മോശമുള്ള CV കാണിച്ചാൽ നിറച്ച് ആ ഗ്യാപ്പ് പഠിക്കാൻ പോയി അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ കാണിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഗ്യാപ്പ് എപ്പോഴെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു വാലിഡ് ആയിട്ടുള്ള പോയിന്റ് വെച്ച് അതിനെ ജസ്റ്റിഫൈ ചെയ്യുക, അതിനെ വ്യക്തമായി ബോധ്യപ്പെടുത്തി കൊടുക്കുക. 3, യുവർ റെസ്യൂം ഷുഡ് ബി അബൌട്ട് 1 പേജ് മതി, ഡോണ്ട് മേക്ക് ഇറ്റ് ഓവർ ക്രൗഡഡ്. അതാണ് ഇപ്പോഴത്തെ ഒരു ഫാഷൻ, ഇപ്പോഴത്തെ ഒരു ട്രെൻഡൊക്കെ. ഒരുപാട് വലിച്ചു വാരിയുള്ള CV ഒന്നും വേണ്ട, വളരെ ക്രിസ്പായിട്ട് ഹൈലൈറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് വെച്ച് 1 പേജറാണെങ്കിൽ വളരെ നന്നായിരിക്കും. അപ്പോൾ നമ്മളിന്ന് 6 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് CV അഥവാ റെസ്യൂം ബിൽഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പറഞ്ഞു. ആദ്യം CV സ്പൈക്സിനെ പറ്റി പറഞ്ഞു, സ്റ്റോറി ലൈൻ യുവർ പോയിന്റ്സ് എന്നുള്ള കാര്യം പറഞ്ഞു, സ്റ്റാർ ഓർ കാർ അപ്രോച്ച് കൊണ്ടുവരുന്നതിനെ പറ്റി പറഞ്ഞു, റൈറ്റ് ആയിട്ടുള്ള കീവേഡ്സ് CV-യിൽ കൊണ്ടുവരുന്നതിനെ പറ്റി പറഞ്ഞു. അതുപോലെ തന്നെ ഒരു സ്ഥാപനം അവർ ഏത് തരത്തിലുള്ള ജോബ് ഡിസ്ക്രിപ്ഷനാണോ, എന്ത് തരം ജോലിയാണോ നൽകാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസൃതമായ റെസ്യൂം ബിൽഡ് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു. ഒരു കീ എക്സ്പീരിയൻസ് ഹൈലൈറ്റ് ചെയ്യുകയും അത് കൂടുതൽ ഡിസ്കഷനിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന കാര്യവുമായിട്ട് പറഞ്ഞു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. മികച്ചൊരു CV ആവട്ടെ, നമ്മളെടുക്കുന്ന ഒരു എഫേർട്ട് അതിലേക്കൊന്ന് കാര്യമായിട്ട് കൊണ്ടുവരാം. നമ്മൾ വലിയ ഒരു പഠന കാലഘട്ടമൊക്കെ കഴിഞ്ഞ് നമ്മുടെ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളെ കണക്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂളാണ് നമ്മുടെ റെസ്യൂം അഥവാ CV. അത് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കട്ടെ. താങ്ക് യു.